പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം. യേശു തമ്പുരാൻ ഒരു കഴുതയെ കണ്ടെത്തി, അതിന്റെ പുറത്തു കയറി, അത് സിഹോൻ പുത്രി, നീ ഭയപ്പെടേണ്ട, കണ്ടാലും നിന്റെ രാജാവ് ആൺകഴുതക്കുട്ടി പുറത്തു കയറി നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് എഴുതപ്പെട്ടിരുന്ന പ്രകാരമായിരുന്നു. കർത്താവായ യേശു മിശിഹ ഒരു കഴുതയുടെ പുറത്ത് കയറി യെരുശലേം ദേവാലയത്തിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ സ്മരണയാകുന്നു ഓശാന പെരുന്നാൾ. ബത്ഫാഗായ്ക്കും ബഥാനായ്ക്കും അടുത്തെത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരെ വിട്ടിട്ട് ഒരു കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവാനായിട്ട് പറയുന്നു. ശിഷ്യന്മാർ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നു. ആ കഴുതക്കുട്ടി പുറത്ത് കർത്താവ് യെരുശലേമിലേക്ക് കടന്നു വരികയാണ്. ഇതാ ജനസമൂഹം വസ്ത്രങ്ങളെല്ലാം വഴിയിൽ വിരിച്ചു. ചിലർ വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വെട്ടിയെടുത്ത് വഴിയിൽ വിതറി. ഓശാന എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് അവർ കർത്താവിനെ വരവേറ്റു. കർത്താവായ യേശു മിശിഹ തിരഞ്ഞെടുത്തതായ അപ്പോസ്തലന്മാരും കർത്താവിന് വഴി നടന്നതായ അനേക ശിഷ്യഗണങ്ങളും കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരായ ജനസമൂഹമെല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ യേശു തമ്പുരാനെ ഓശാന എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ വരേറ്റു. ഓശാന എന്ന പദം എബ്രായ പദമായ ഹോഷിയാനയിൽ നിന്നാകുന്നു. ഓഷിയാൻ എന്ന പദത്തിന്റെ അർത്ഥം രക്ഷിക്കണമേ എന്നുള്ളതാകുന്നു. ഇതാ ആ ജനസമൂഹം മുഴുവൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ തന്നതായ, തങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യദായകനായ, ജീവിതത്തെ വചനം കൊണ്ട് സന്തുഷ്ടിപ്പെടുത്തിയതായ ആ കർത്താവിനെ അവർ വരവേൽക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓശാന പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ അനവധിയാണ്. ഒന്നാമതായിട്ട് അതൊരു വിനയത്തിന്റെ പെരുന്നാളാകുന്നു. ഇതാ രാജാവായ കർത്താവായ യേശു മിശിഹ കടന്നു വരുന്നത് ഒരു കഴുതയുടെ പുറത്താണ്. മധ്യപൂർവ്വ ദേശത്ത് പ്രത്യേകിച്ച് ഭരണാധികാരികൾ, രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്നത് കുതിരയുടെ പുറത്തായിരുന്നു. അത് യുദ്ധത്തിന്റെ പ്രൗഢിയുടെ എല്ലാം ചിഹ്നമായിരുന്നു. എന്നാൽ സമാധാനം ആഗ്രഹിക്കുന്നവർ അവർ കഴുതയുടെ പുറത്താണ് കയറി വരുന്നത്. ഇതാ കർത്താവായ യേശു മിശിഹ സമാധാന പ്രഭുവായിട്ട് കഴുതയുടെ പുറത്തു കയറി ഇതാ കടന്നു വരികയാണ്. അനുഗ്രഹിക്കപ്പെട്ടവർ, ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടത് വിനയമാകുന്നുവെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. വിനയത്തിലൂടെ വളരുവാൻ, വിനയത്തിലൂടെ സമാധാനത്തിന്റെ വക്താക്കളായി തീരുവാനായിട്ട് കർത്താവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഓശാന പെരുന്നാൾ ജനങ്ങളുടെ ആഘോഷമാണ്. ആ ജനങ്ങൾ തങ്ങൾക്കുള്ളതെല്ലാം ആ രാജാവായ യേശുവിന് വരവേൽപ്പ് നൽകുവാനായിട്ട് അവർ നൽകുകയാണ്. അത് ജനങ്ങളുടെ ശബ്ദമായിരുന്നു, ജനങ്ങളുടെ ആഘോഷമായിരുന്നു. എന്തെന്നാൽ അവർ കർത്താവിൽ രക്ഷകനെ കണ്ടെത്തിയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ജനങ്ങളുടെ ശബ്ദം ദൈവശബ്ദമായി മാറുന്നു. ഇതാ ജനങ്ങളുടെ ശബ്ദം ദൈവത്തെ ആർപ്പുവിളിച്ചുകൊണ്ടുള്ള ശബ്ദമായി മാറുന്നു. അത് ഈ ലോകത്ത് ഒരു രക്ഷകനെ വിളിച്ചറിയിക്കുന്ന ശബ്ദമായി മാറുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, വിനയത്തിന്റെ മാതൃകയെ കർത്താവ് കടന്നു വന്നപ്പോൾ ജനങ്ങൾ ശബ്ദം കൊണ്ടവരെ അവനെതിരേറ്റു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, അവർ ദൈവത്തെ പ്രകീർത്തിച്ചു. ഓശാന പെരുന്നാൾ വിനയം അണിയുവാനുള്ളൊരു പെരുന്നാളാകുന്നു. നമ്മുടെ ജീവിതത്തിൽ വിനയം അത് അലങ്കാരമാക്കേണ്ട ഒരു പെരുന്നാൾ. ഇന്ന് ലോകം ഏറെ മാറി, ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം വളർന്നു.
ഇന്ന് എല്ലാവർക്കും വിരൽത്തുമ്പിൽ എല്ലാം ലഭിക്കുന്നു എന്ന് അഹങ്കാരത്തിൻ്റെ ഒപ്പം പ്രൗഢിയുടെയും എല്ലാം ഭാഗമായെന്ന് ജനങ്ങൾ മാറുന്നു. അവിടെയാണ് വിനയത്തിൻ്റെ മാതൃക സ്വീകരിച്ച് ഒരു കഴുതപ്പുറത്ത് കയറി വന്ന് സമാധാനത്തിൻ്റെ വക്താവായ യേശുവിനെ നാം മാതൃകയാക്കേണ്ടത്. സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ടവരെ, വിനയത്തിൻ്റെ മാതൃക സ്വീകരിച്ച് സമാധാനത്തിൻ്റെ വക്താക്കളായി തീരുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് അറിയപ്പെടും. ഒപ്പം ആ ജനശബ്ദം ദൈവത്തെ പ്രകീർത്തിക്കുന്ന ആയിരുന്നു. ആ ജനശബ്ദം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ദൈവമഹത്വത്തിനായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാനുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ആരാധനകളിലും കൂടിവരവുകളെല്ലാം നമുക്ക് നമ്മുടേതായ അലംഭാവങ്ങൾ വന്നിട്ടുണ്ട്. പള്ളിയിൽ പോകുവാനോ ആരാധനകളിൽ ആത്മാർത്ഥമായി സംബന്ധിക്കുവാനോ എന്ന് ആർക്കും നേരമില്ലാത്ത അവസ്ഥ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങളാകുന്നു വിശുദ്ധ ആരാധനകൾ, സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ, ആത്മീയമായ ആചരണങ്ങൾ. അവയെല്ലാം ജനങ്ങളുടെ ശബ്ദത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ഓശാന പെരുന്നാളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ശബ്ദം ഉയർത്താം. ദൈവത്തിനായിട്ട് നമ്മുടെ ശബ്ദം ഉയർത്താം. ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്കായിട്ട് നന്മ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ശബ്ദങ്ങൾ ഉയർത്താം. ഈ ഓശാന പെരുന്നാൾ അനുഗ്രഹത്തിന്റെ പെരുന്നാളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മോട്ടോർ മേഖലയുടെ ഔദ്യോഗിക മാധ്യമ വിഭാഗമായ നുഹ്റോയിലൂടെ എല്ലാവർക്കും ഓശാന പെരുന്നാളിന്റെ അനുഗ്രഹം നേരുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നു.